കോവിഡൊക്കെ വന്ന സമയത്തും കൂടുതൽ ജോലി പോയിട്ടുള്ള ആൾക്കാർ IT-കാരാണ്. ഭയങ്കര ഹൈലി പെയ്ഡ് ആയിട്ട് നിന്ന് ഒരുപാട് പേര് ഓൾ ഓഫ് എ സഡൻ ജോലി പോയിട്ടുണ്ട്. അങ്ങനെ ജോലി പോയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ വളരെ ഹൈലി പെയ്ഡ് ആയിട്ട് പോലും ആ സമയത്ത് ഭയങ്കരമായിട്ടൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിലൊക്കെ അങ്ങനെ കുറേ പേരുണ്ട്. അത് മാനസികമായിട്ടും ഫൈനാൻഷ്യലായിട്ടും കുറേ പ്രശ്നങ്ങളുണ്ട്. വൈ ഡു യു തിങ്ക് ഇറ്റ് ഹാപ്പൻസ്? ഇതിനൊരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ എൻ്റെ കാര്യം ഉൾപ്പെടെ എൻ്റെ ഒരു ഇൻകം ഒക്കെ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്തത്. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇൻകം ഉണ്ടായതിൻ്റെ ഒരു IT-യിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ IT ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാമെങ്കിൽ ഈ $300 ബില്യൺ വരുന്നത് മുഴുവൻ സർവീസ് ഇൻഡസ്ട്രി. ഈ ഡോളറിൻ്റെ പ്രത്യേകത എന്താ, $1 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 90 രൂപ. അതെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആളിനെ ബില്ല് ചെയ്യുമ്പോൾ ഒരു വലിയ കമ്പനികളൊക്കെ $1000 വരെ 1000-ന് മേളിൽ ഒരു ദിവസത്തേക്ക് ബില്ല് ചെയ്യുന്നുണ്ട്. 200 വെച്ചു. 200 × 100 എന്ന് പറയുമ്പോൾ എത്ര രൂപയായി ഒരു പെർ ഡേ? അപ്പോൾ അതിൻ്റെ ഒരു പോർഷനാണല്ലോ സാലറി ആയിട്ട് പോകുന്നത്. ഇവർക്ക് പെട്ടെന്നുണ്ടായ ഇപ്പോൾ ഒരു എൻട്രി ലെവൽ തന്നെ മറ്റ് ജോലിക്ക് ചിലപ്പോൾ 25,000 രൂപയാണ് ശമ്പളമെങ്കിൽ ഇത് 40,000. അതെ. അപ്പോൾ ഈ 40,000 റുപ്പീസ് ഒരു 21-22 വയസ്സായ ആളിൻ്റെ കിട്ടുമ്പം അവരാദ്യം ചെയ്യുന്നത് എന്താ, ആദ്യം EMI എടുത്ത് ഏറ്റവും വില കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിക്കും. അത് കഴിയുമ്പം ഏറ്റവും വില കൂടിയ ബൈക്ക് വാങ്ങിക്കും. അത് കഴിയുമ്പോൾ ഏറ്റവും വില കൂടിയ കാറ് വാങ്ങിക്കും. ഈ സാധനങ്ങളെല്ലാം ഡിപ്രിഷ്യേറ്റ് ചെയ്ത് പോകുന്ന ഇത് ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ച് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ട് അന്നേരം വിറ്റാൽ പോലും 20% സെക്കൻഡ് 20% വില കുറയും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. അത് IT-യിൽ അത് കൂടുതലായിരുന്നു അങ്ങനെയുള്ള കൺസംഷൻ. ഇപ്പോൾ ഒരു ജനറേഷൻ ബാക്കിൽ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ കുറേ കൂടെ സോളിഡായിട്ടുള്ള അസറ്റിലായിരുന്നു വീട് വെക്കുക, അല്ലെ സ്ഥലം വാങ്ങിക്കുക, ഇതൊക്കെ ചെയ്യുമായിരുന്നു. അതിനൊന്നും ആ ലെവലിൽ ഓഫ് ഡിപ്രീസിയേഷൻ ഉണ്ടായില്ല. അത് കുറേയൊക്കെ ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതിന് കുറേ കൂടെ അപ്രീസിയേഷൻ. Investment in securities market are subject to market risks. Read all the related documents carefully before investing.